നീണ്ട 41 ദിവസത്തെ ആശങ്കകൾക്ക് വിരാമമിട്ട് പശ്ചിമേഷ്യയിൽ പ്രഖ്യാപിക്കപ്പെട്ട താൽക്കാലിക വെടിനിർത്തലിന്റെ ആശ്വാസത്തിലാണ് ലോകം. ഇറാനെതിരായ അന്ത്യശാസനം നീട്ടണമെന്ന പാകിസ്ഥാൻ നിർദ്ദേശത്തിന് അംഗീകാരവുമായി ട്രംപ് രംഗത്തെത്തുകയായിരുന്നു. 2 ആഴ്ച കൂടി നീട്ടണമെന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നത്. 2 ആഴ്ചത്തേക്ക് ഇറാനിൽ വെടിനിർത്തലിന് താൻ സമ്മതിച്ചതായി ചൊവ്വാഴ്ച ഡൊണാൾഡ് ട്രംപ് വിശദമാക്കി. ഇറാനു നേരെയുള്ള ബോംബാക്രമണങ്ങളും മറ്റ് ആക്രമണങ്ങളും 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഞാൻ സമ്മതിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ഫീൽഡ് മാർഷൽ അസിം മുനീറുമായും നടത്തിയ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് തീരുമാനമെന്നാണ് ട്രംപ് അറിയിച്ചത്. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ട്രംപ് മുന്നോട്ട് വെച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ അംഗീകരിച്ചതായി ഇറാനും സ്ഥിരീകരിച്ചു. ഹോർമുസ് ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. നാഗരികത ഇന്ന് രാത്രി ഇല്ലാതാകുമെന്ന കടുത്ത ഭീഷണി മുഴക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് ചൊവ്വാഴ്ച ഇറാനുമായി 2 ആഴ്ചത്തെ വെടിനിർത്തലിന് അമേരിക്ക ധാരണയായത്. 2 ആഴ്ചത്തേക്ക് ശത്രുത അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറന്നുകൊടുക്കാനും ഈ കരാർ ആഹ്വാനം ചെയ്യുന്നു. ഇറാനുമായി ഒരു അന്തിമ കരാറിലെത്താൻ ഈ 2 ആഴ്ചത്തെ സമയം അമേരിക്ക ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണവും എത്തിയത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്റെ ട്വിറ്ററിലൂടെ നടത്തിയ സാഹോദര്യപൂർവമായ അഭ്യർത്ഥന മാനിച്ചും തങ്ങളുടെ 15 നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ വേണമെന്ന അമേരിക്കയുടെ ആവശ്യം പരിഗണിച്ചുമാണ് തീരുമാനം. വെടിനിർത്തലിൽ പാകിസ്ഥാന്റെ ഇടപെടൽ നിർണായകമായിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ധാരണയിലെത്താനും അമേരിക്കൻ പ്രസിഡന്റ് ഇറാന് നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെ തന്നെ ഇറാനെതിരായ അന്ത്യശാസനം നീട്ടണമെന്ന് പാകിസ്ഥാൻ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. 2 ആഴ്ച കൂടി നീട്ടണമെന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. അതിനുള്ളിൽ പരിഹാരം കാണാൻ കഴിയുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. നയതന്ത്ര ശ്രമങ്ങൾ അതിവേഗം പുരോഗതി കൈവരിക്കുന്നുവെന്നും അതുവരെ ഇറാൻ ഹോർമുസ് തുറക്കണമെന്നുമായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യം. 2 ആഴ്ച വെടിനിർത്തൽ വേണമെന്നും ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ നയതന്ത്ര നിർദ്ദേശത്തിന് മറുപടി പ്രതീക്ഷിക്കാമെന്ന് വൈറ്റ് ഹൌസ് അറിയിക്കുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ നിർദ്ദേശം ട്രംപിന് ധരിപ്പിച്ചിട്ടുണ്ടെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞു. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ഒരു മധ്യസ്ഥന്റെ വേഷമാണ് പാകിസ്ഥാൻ നിർണായകമായി വഹിച്ചത്. വെടിനിർത്തലിനായുള്ള ഒരു നിബന്ധനയോടുകൂടിയ കരാറിലേക്ക് നയിച്ച ചർച്ചകളിൽ താൻ സംസാരിച്ച വ്യക്തികളിൽ ഒരാളായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ട്രംപ് പേരെടുത്ത് പരാമർശിക്കുകയും ചെയ്തു. തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ പേരും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിലേക്ക് അയക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വിനാശകരമായ സൈനിക നീക്കം തടഞ്ഞു വെക്കണമെന്ന് അവർ എന്നോട് അഭ്യർത്ഥിച്ചു എന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ എഴുതിയത്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഇടപെടലുകൾ യുദ്ധം ഒഴിവാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള UN സുരക്ഷാ കൗൺസിൽ അവതരിപ്പിച്ച പ്രമേയം റഷ്യയും ചൈനയും കഴിഞ്ഞ ദിവസം വീറ്റോ ചെയ്തിരുന്നു. ബഹ്റിൻ അവതരിപ്പിച്ച പ്രമേയത്തിന് അനുകൂലമായി 11 രാജ്യങ്ങൾ വോട്ട് ചെയ്തു. പാകിസ്ഥാനും കൊളംബിയയും വിട്ടുനിന്നു. ഹോർമുസ് തുറന്നില്ല എങ്കിൽ ഇറാൻ തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയുടെ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിച്ചിരിക്കെയായിരുന്നു UNന്റെ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. റഷ്യയും ചൈനയും വീറ്റോ ചെയ്തതോടെ പ്രമേയം പരാജയപ്പെട്ടു. റഷ്യയെയും ചൈനയെയും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പ്രമേയം നേർപ്പിച്ചിരുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളും വീറ്റോ ചെയ്യുകയായിരുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം ഉറപ്പാക്കുന്നതിനും സൈനിക നടപടി ഉൾപ്പെടെ തേടിക്കൊണ്ടായിരുന്നു പ്രമേയത്തിൽ ആദ്യമുണ്ടായിരുന്ന നിർദ്ദേശം. 15 അംഗ സുരക്ഷാ കൗൺസിലിലെ വീറ്റോ അധികാരമുള്ള രാജ്യങ്ങളായ റഷ്യ, ചൈന, ഫ്രാൻസ് എന്നിവർ ബലപ്രയോഗം അംഗീകരിക്കുന്നതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആക്രമണ നടപടിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഒഴിവാക്കിയാണ് പ്രമേയം പരിഷ്കരിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.